കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരായ സമരം ഇന്ന് അക്രമാസക്തമായി. ഫ്രഷ് കട്ട് എന്നാണ് ഫാക്ടറിയുടെ പേര്. ഫ്രഷ് കട്ട് അറബ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് നാട്ടുകാരിന്ന് തീയിട്ടു. പ്രതിഷേധക്കാർക്കും നേരെ പോലീസ് ലാത്തി വീശേണ്ടി വന്നു. സംഘർഷത്തിൽ താമരശ്ശേരി CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും കുറച്ച് നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രതിഷേധം നടന്ന വിഷ്വലിലേക്ക് ഒന്ന് പോകാം. ആ ദൃശ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാം. പ്ലേ. സംസ്കരണ ഫാക്ടറിക്ക് നേരെയുണ്ട് ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ 24 കിട്ടിയ ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സംഘർഷത്തിൽ റൂറൽ SP അടക്കം 16 പോലീസുകാർക്ക് പരിക്കേറ്റു. 27 സമരക്കാരെ ഇതുവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കട്ടിപ്പാറയിലെ സംഭവ സ്ഥലത്തു നിന്ന് തത്സമയം നമ്മുടെ പ്രതിനിധി മിഥില ബാലൻ ചേരുകയാണ്. മിഥില, സംഘർഷം വളരെ കടുത്തതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പരിക്ക് ഏറ്റ ആൾക്കാരുടെ സ്ഥിതി എങ്ങനെയാണ്? നമ്മുടെ താമരശ്ശേരിയിലെ CIയുടെ അവസ്ഥ എന്താണ്? അതുപോലെ റൂറൽ SPക്ക് പരിക്കേറ്റു എന്ന് വാർത്ത വരുന്നു. അവർ റൂറൽ SPയുടെ ആരോഗ്യനിലയും ഒക്കെയാണോ? വിവരങ്ങൾ. SKN 16ഓളം റൂറൽ SP ഉൾപ്പെടെ 16ഓളം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20ഓളം സമരക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ആ സംഘർഷമുണ്ടായ ആ ഫ്രഷ് കട്ട് ഫാക്ടറിയിലാണ്. നമുക്കിപ്പോൾ അറിയിപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ നേരത്തെ തീയിട്ട വാഹനങ്ങൾ, ഫ്രഷ് കട്ടിന്റെ വാഹനങ്ങൾ തീ അണയ്ക്കുകയാണ്. ഫയർഫോഴ്സിന് നേരത്തെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വാഹനങ്ങൾ എത്തിയപ്പോൾ തന്നെ പുറത്ത് വാഹനങ്ങൾ ഈ ഫാക്ടറിക്ക് പുറത്ത് സമരക്കാർ തടയുകയായിരുന്നു. അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഈ ഒരു ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 3-4 മണിക്കൂറോളം നമ്മൾ കണ്ടത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കലാപഭൂമി തന്നെയായിരുന്നു ഈ ഫ്രഷ് കട്ടിന്റെ പരിസരം എന്നത്. 2019 മുതൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഫ്രഷ് കട്ട്. അന്നു മുതൽ തന്നെ പ്രദേശവാസികൾ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്നുള്ള ദുർഗന്ധം, ഒപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളെല്ലാം കാരണം അവർക്ക് അവരുടെ ജീവിതം തന്നെ ദുസ്സഹമായ ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഫാക്ടറി ഇവിടെ നിന്നും അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരം വർഷങ്ങളായി അവർ സമരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, SKNന്റെ യാത്രയിലും SKN അവരുമായി സംസാരിച്ചാണ്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞതുമാണ്. ഇന്ന് അവർ ഒരു നിരാഹാര സമരം, അനിശ്ചിതകാല അല്ലെങ്കിൽ രാപ്പകൽ സമരം ഇന്നിവിടെ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് 3 മണിയോടെയാണ് ഫ്രഷ് കട്ടിന്റെ വാഹനം ഇങ്ങോട്ട് എത്താനുള്ള വാഹനം ഈ ഫ്രഷ് കട്ടിന്റെ വാഹനമാണോ? തീർച്ചയായും SKN ആ കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന വാഹനം ഫ്രഷ് കട്ടിന്റെ വാഹനമാണ്. ഇത്തരത്തിലുള്ള 5ഓളം വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ സമരക്കാർ തീയിട്ട വാഹനമാണ്. ഈ വാഹനങ്ങളെല്ലാം തന്നെ കെടുത്തുവാനായി ഫാക്ടറിക്ക് തീയിട്ടിട്ടുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ കെടുത്തുവാനായിട്ടായിരുന്നു ഫയർഫോഴ്സ് ഇങ്ങോട്ട് എത്തിയിരുന്നത്. എന്നാൽ ഫയർഫോഴ്സിന് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ തീയെല്ലാം തന്നെ നമ്മളിവിടെ എത്തുന്ന സമയത്തും തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തീ എന്തു തന്നെയായാലും അണച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഗ്രനേഡ് ഉപയോഗിക്കുന്നു, ലാത്തി ചാർജ്, റൂറൽ SP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്നു, മറുവശത്ത് സമരക്കാർക്ക് പരിക്കേൽക്കുന്നു. റൂറൽ SP ഉൾപ്പെടെ 16ഓളം പോലീസുകാർക്ക് പരിക്കേറ്റുണ്ട്. അവരിപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. കല്ലേറിലാണ് റൂറൽ SP KE ബൈജുവിന് പരിക്കേറ്റുള്ളത്. അദ്ദേഹത്തിന്റെ മുഖത്താണ് പരിക്കേറ്റുള്ളത്. ഗുരുതരമായ പരിക്ക് തന്നെയാണ് റൂറൽ SPക്ക് ഉണ്ടായിട്ടുള്ളത്. 16ഓളം പോലീസുകാരും ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുണ്ട്. ഇപ്പോൾ താമരശ്ശേരി നഗരത്തിൽ ഈ സമരസമിതി പ്രവർത്തകർ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. ഇനി എന്താണ് ഏതു തരത്തിലുള്ള ഒരു സമരം തീരുമാനിക്കണം എന്നതുമായി ബന്ധപ്പെട്ട യോഗം തന്നെയാണ്. നമുക്കിപ്പോൾ ഇങ്ങോട്ട് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ SKN ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഫ്രഷ് കട്ടിന്റെ ഒരു വാഹനമാണ്. കൂടുതൽ വാഹനങ്ങൾ ഇത്തരത്തിൽ തീയിട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ആ തീയെല്ലാം തന്നെ അണച്ചിട്ടുണ്ട്. താമരശ്ശേരി തഹസിൽദാരുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹരീഷുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹരീഷ് സർ പറഞ്ഞ ഒരു കാര്യം എന്നത് വൈകിട്ട് 3 മണിക്ക് തന്നെ സമരക്കാർക്ക് കൃത്യമായ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. വാഹനങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങോട്ട് കടത്തിവിടും, പോലീസ് നടപടിയിലേക്ക് വാഹനങ്ങൾ തടയുകയാണെങ്കിൽ പോലീസിന് നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന ഒരു കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പ്രകാരമുള്ള പോലീസ് നടപടി കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള വാക്കുകളാണ് പറയുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്നത്
പ്രകോപനമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൃത്യമായ ഒരു നിർദ്ദേശം ഈ സമരക്കാരുമായി ഇവിടെ ഉണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരമാണ് പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ വാഹനങ്ങൾ തടഞ്ഞ ആ സമയത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ഈ ഫ്രഷ് കട്ടിലേക്ക് വാഹനങ്ങൾ കടത്തിവിടണമെന്നത്. അതുപ്രകാരമുള്ള നടപടിയാണ് അവർ സ്വീകരിച്ചതെന്ന വിശദീകരണമാണ് ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുമെല്ലാം ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ സമരക്കാരുടെ ഒരു ഭാഗത്തേക്ക് സമരക്കാരുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരു കാര്യം എന്നത് 2019 ഈ ഫാക്ടറി ഇവിടെ ആരംഭിച്ചതു മുതൽ അവർ സമരരംഗത്താണ്. വളരെ വർഷങ്ങളായി അവർ ഈ ഒരു സമരം നടത്തുന്നു. ഒരു തരത്തിൽ പോലും അവർക്ക് രാഷ്ട്രീയപരക്കാരുടെ ഭാഗത്തുനിന്ന് പോലും അവർക്കൊരു പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമയം ഈ വാർത്ത പോകുന്ന സമയത്ത് ഒരു സമരത്തിലുണ്ടായിരുന്ന ഒരാൾ നമ്മളെ അടുത്ത് സംസാരിച്ച ഒരു കാര്യമാണ്, ഇന്ന് കുട്ടികളാരും തന്നെ സ്കൂളിൽ പോയിട്ടില്ല, അവരെ ഉൾപ്പെടെ ഒരു സമരത്തിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഗ്രനേഡ് ഉൾപ്പെടെ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി, ലാത്തി ചാർജ് ഉണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു 3-4 മണിക്കൂർ നേരം ഈ ഒരു ഫ്രഷ് കട്ടിലെ ഈ ഒരു ഫാക്ടറി ഭാഗം ഒരു കലാപ മൂവി അല്ലെങ്കിൽ സംഘർഷ അന്തരീക്ഷം തന്നെയാണ് നമ്മൾ കണ്ടതാണ്. ആളിക്കത്തുന്ന തീ, ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ, അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പോലീസും സമരക്കാരും തമ്മിൽ ഏറെ നേരം സംഘർഷമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ സ്ഥിതി ശാന്തമാണ്. താമരശ്ശേരി ടൗണിലാണ് സമരക്കാരുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇതിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി സമരക്കാർ അവിടെ യോഗം ചേരുന്നുണ്ട്. അതേസമയം തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റിട്ടുള്ള റൂറൽ SP KE ബൈജു, താമരശ്ശേരി CI സായൂജ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉള്ളത്. ഈ ഫാക്ടറിക്ക് പുറത്ത് വലിയൊരു പോലീസ് സന്നാഹം ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ രാത്രി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അക്രമ സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും നേരിടാനായി പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെയുണ്ട്. രാവിലെ 10 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു സമരം, രാപ്പകൽ സമരം ഇവിടെ ആരംഭിച്ചത്. റോഡിന് പുറത്തായിരുന്നു. 3 മണിയോടെ ഫ്രഷ് കട്ടിന്റെ വാഹനം ഇങ്ങോട്ട് എത്തുന്നു. നാട്ടുകാർ ഇത് തടയുന്നു. ആ സമയത്ത് തന്നെ താമരശ്ശേരി തഹസിൽദാർ അരീഷ് ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ്, 3 മണിക്ക് ഈ ഫ്രഷ് കട്ടിന്റെ വാഹനം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, ഇത്തരത്തിൽ ഫ്രഷ് കട്ട് വാഹനം വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമായ സുരക്ഷ കൊടുക്കണമെന്നത്. അതുപ്രകാരം സുരക്ഷ നൽകും എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ വാഹനം തടയുകയാണെങ്കിൽ നടപടിയിലേക്ക് പോകേണ്ടി വരും എന്ന സൂചനയും ഈ സമരക്കാർക്ക് നൽകിയെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതുപ്രകാരം വാഹനം ഇങ്ങോട്ട് കടന്നു വരുന്നു, നാട്ടുകാർ തടയുന്നു. അത് പിന്നീട് നമ്മൾ കണ്ടതുപോലെ വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നു. ഗ്രനേഡ് ഉപയോഗിക്കുന്നു, ലാത്തി വീശുന്നു, സമരക്കാർക്ക് പരിക്കേൽക്കുന്നു, ഈ ഫാക്ടറിക്ക് തീയിടുന്നു. 5ഓളം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന 5ഓളം ഫ്രഷ് കട്ടിന്റെ വാഹനങ്ങൾ അഗ്നിക്കിരയാകുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഫയർഫോഴ്സിന്റെ വാഹനത്തിന് ഈ ഒരു ഫ്രഷ് കട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതിനുശേഷം അവർ ഓരോ ഭാഗങ്ങളിലായി ഈ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തീ അണച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ നിന്നും പുക ഉയരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ ഭൂമി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്, CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി നാളെ ഏത് രീതിയിലാണ് ഈ സമരക്കാർ തീരുമാനിക്കുക എന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ താമരശ്ശേരി നഗരത്തിലാണ് ഈ സമരസമിതി പ്രവർത്തകരുള്ളത്. അവരവിടെ യോഗം ചേരുന്നുണ്ട്. നാളെ ആയിരിക്കും ഇതിന്റെ ബാക്കി ഏത് രീതിയിൽ ഈ എന്തു തന്നെയായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഒരു നിലപാടിലാണ് ഈ സമരസമിതി പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നത്. SK മിഥില ബാലനാണ് കട്ടിപ്പാറയിൽ നമുക്കൊപ്പം ചേർന്ന്. അല്പം മുമ്പ് ആണ് അവിടെ സംഘർഷം ഉണ്ടായത്. ചില പ്രേക്ഷകർ ചോദിക്കുന്നു ഈ ഫാക്ടറി എന്താണ്? മാലിന്യ സംസ്കരണ ഫാക്ടറിയാണ്, ഫ്രഷ് കട്ട് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്ന വേളയിൽ ഈ താമരശ്ശേരിയിലെ കട്ടിപ്പാറയിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ, നാട്ടുകാരൊക്കെ, ഈ പ്രതിഷേധം നടത്തിയ ആളുകളൊക്കെ തന്നെ വളരെ വിശദമായി കട്ടിപ്പാറയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കോഴി മാലിന്യ ഫാക്ടറിയാണിത്. കോഴി മാലിന്യമാണ് അവിടെ സംസ്കരിക്കുന്നത്. ആ ഫാക്ടറിയാണ് അവിടെ. ഇത്തരമൊരു സംസ്കരണ കേന്ദ്രം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അവരുടെ ജീവിതത്തിന് അപകടമാണ് ഇത് എന്ന് കരുതിയാണ് അവർ കുറച്ച് കാലമായി പ്രതിഷേധത്തിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും നേരിട്ട് പോലീസുമായി ഏറ്റുമുട്ടലിന് പോലും അവർ തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് ഈ സംഘർഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.